ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ആണ് എടുക്കുന്നത്. ബാങ്ക് SSC പരീക്ഷകൾക്ക് പ്രിയപ്പെട്ട വിഷയമാണ് ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്. എന്ന് വെച്ച് PSCക്ക് വേണ്ട എന്നല്ല, PSC പരീക്ഷകൾക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഒരു LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വരെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വള്ളവും തോണിയും എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വേറൊരു ടൈപ്പ് ഒരു കുറേ ചോദ്യങ്ങളാണ് ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്നത്. അതായത് ബോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളേ ഉള്ളൂ. 2 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ബേസിക് കാര്യങ്ങളും അറിയാമെങ്കിൽ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കോൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു 4 ചോദ്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മക്കളെ, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, ഇവിടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ 3 കാര്യങ്ങൾ: ഡിസ്റ്റൻസ്, സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം, അതേപോലെ ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത് 3ഉം ക്ലിയർ ആയിരിക്കണം. ഈ 3 സാധനങ്ങൾ അറിയാതെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് പഠിക്കാൻ പറ്റത്തില്ല. വീട് വെച്ചിട്ട് വേണം 2nd ഫ്ലോറിലെ ബാത്റൂമും ബെഡ്റൂമും പണിയാനായിട്ട്, അല്ലാതെ ആദ്യമേ അത് കയറി പണിയരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഫൗണ്ടേഷനാണ് ക്ലിയർ ആവേണ്ടത്. ഇതാണ് ഫൗണ്ടേഷൻ. എന്തുവാ? ഡിസ്റ്റൻസും സ്പീഡും ടൈമും. ഇത് 3 ഓക്കെ ആണോ? ആണെങ്കിൽ തുടർന്ന് കാണുക. അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അത് പോയി കണ്ട് അതും ട്രെയിനും ഒക്കെ കണ്ടിട്ട് വരിക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇനി നോക്കേണ്ടത് ഈ ബോട്ടെന്ന് പറയുന്ന സാധനം അത് എവിടെ കൂടെ ഒഴുകുന്നേ? അല്ലെങ്കിൽ ബോട്ടിൻ്റെ റണ്ണിങ് പ്ലാറ്റ്ഫോം എവിടെ? റോഡിൽ കൂടെ ആണോ? അല്ല, ബോട്ട് ഒഴുകുന്നത് ഒരു നദിയിൽ കൂടെയാണ്. നദിക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു ഒഴുക്കുണ്ട് അല്ലേ? ഇപ്പം എയിൽ നിന്ന് ബിയിലേക്ക് പോവാ. ഈ വരച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം, ഈ നദി ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് അല്ലേ? ഒഴുക്കെന്ന് പറഞ്ഞാലും അതും സഞ്ചരിക്കുമല്ലയോ കുഞ്ഞേ? ഒച്ച ഇഴഞ്ഞു പോയാലും അതിനും ഒരു വേഗതയുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു സ്പീഡ് നമുക്ക് പറയാം. അപ്പോൾ ഈ നദിയുടെ സ്പീഡിനെ എനിക്ക് km/h എന്ന് വിളിക്കാമോ? വിളിക്കാം. നദി, സ്ട്രീം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അപ്പോൾ എവിടെ km/h എന്ന് ഞാനിവിടെ പറയുന്നതെല്ലാം നദിയുടെ സ്പീഡാണ്, അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ സ്പീഡാണ്. എന്ത്? ഇതിനകത്തേക്കൂടെ ഒരുത്തം ബോട്ട് ഓടിച്ചുകൊണ്ട് പോവാം. ഇത് ബോട്ടാണ് കേട്ടോ, ബക്കറ്റും ഒക്കെ ചരുവും ഒക്കെ ആണെന്ന് തോന്നുന്നു. അല്ല, ബോട്ടാണ്. ഒരുത്തം ബോട്ട് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ആ ബോട്ടിൻ്റെ സ്പീഡ്, ബോട്ടിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡ് km/h. എന്തൊക്കെയാ പറഞ്ഞേ? ഒരുത്തം ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നു ഒരു നദിയിൽ കൂടെ. ആ നദിയുടെ സ്പീഡ് km/h. ബോട്ട് ഓടിക്കുന്നവൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ ബോട്ടിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന സ്പീഡ്, അല്ലെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ് km/h. ഈ ബോട്ടിന് 2 സ്ഥലത്തോട്ട് പോവാം. ഒന്ന്, എയിൽ നിന്ന് ബിയിലേക്ക് പോകാം. അടിപൊളി യാത്രയായിരിക്കും. കാരണം എന്താ? ഒഴുക്കിൻ്റെ കൂടെ പോകുന്നത്. എന്ത് സുഖമാണെന്നറിയോ അല്ലേ? നല്ല ഈ ഒരു മലയുടെ മുകളിൽ, നല്ല ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് സൈക്കിൾ താഴോട്ട് ചവിട്ടിയിട്ടുണ്ടോ? നമ്മൾ ചവിട്ടണ്ട, നമ്മൾ താഴെ ഇങ്ങ് വരും അല്ലേ? എന്ത് സുഖമാണ്. അതേപോലെയാണ്. അപ്പോൾ ഒഴുക്കിൻ്റെ കൂടെ പോവാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള പോക്ക്. ആ പോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒഴുക്കിനോടൊപ്പം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്തോ പറയും? ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം. തിരിച്ച് ബിന്ന് എയിലേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരെന്താ? അപ്പോൾ ബിന്ന് എയിലേക്ക് പോവാ. നേരത്തെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ നല്ല സുഖമായിരുന്നല്ലോ. എന്നാൽ മുകളിലോട്ട് കയറുമ്പോഴോ ആ സുഖമുണ്ടോ? ഇല്ല, കഷ്ടപ്പെട്ട് ചവിട്ടി കയറ്റണം. അതായത് ഒഴുക്കിനെതിരെയാണ് പോകുന്നത്. ഒഴുക്കിനെതിരെ പോകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒഴുക്കിനെതിരെ പോവുക. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ എന്തോ പറയും? അപ്സ്ട്രീം. അപ്സ്ട്രീം. മക്കളെ, മനസ്സിലായോ എന്താണ് ഡൗൺ സ്ട്രീം എന്നും എന്താണ് അപ്സ്ട്രീം എന്നും? ഒഴുക്കിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഡൗൺ സ്ട്രീം, ഒഴുക്കിനെതിരെ കഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ അപ്സ്ട്രീം. ഇനി പറയേണ്ട കാര്യം, ഈ ഡൗൺ സ്ട്രീമിലും അപ്സ്ട്രീമിലും കിട്ടുന്ന സ്പീഡ് എന്തായിരിക്കും? എന്തായാലും സ്പീഡുണ്ടല്ലോ, നമുക്ക് സ്പീഡ് നോക്കാം. വേറെ കളർ എടുക്കാം, നല്ല പച്ച കളർ എടുന്നോട്ടെ. എയിൽ ബിയിലേക്ക് പോകുന്ന ഡൗൺ സ്ട്രീമാണ്, ഒഴുക്കിൻ്റെ കൂടെ വരുക. നല്ല സുഖമാണ്. അതായത് നിങ്ങളുടെ ബോട്ടിൻ്റെ സ്പീഡിനെ ആര് സപ്പോർട്ട് ചെയ്യും? സ്ട്രീം സപ്പോർട്ട് ചെയ്യും.
അല്ലേ? ബോട്ട് ഇവൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പുറകിൽ നിന്ന് ഈ ഒഴുക്കിൻ്റെ ഒരു തള്ളൂടെ കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B+S km/h. എടാ ഡൗൺ സ്ട്രീം എന്ന് എവിടെ കേട്ടാലും B+S km/h. അതായത് നിങ്ങളുടെ ബോട്ടിൻ്റെ സ്പീഡും കിട്ടും, നിങ്ങളുടെ ആ ഒഴുക്കിൻ്റെ സ്പീഡും കിട്ടും. കോമൺ സെൻസ്, നത്തിങ് ബട്ട് കോമൺ സെൻസ്. നിങ്ങൾ മുകളിൽ നിന്ന് സൈക്കിൾ ചവിട്ടി താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ചവിട്ടിയില്ലെങ്കിലും താഴെ വരും. കാരണം എന്താ? ഗ്രാവിറ്റി നിങ്ങളെ വലിച്ചോണ്ടിങ്ങി വരിക എന്ന് പറയുന്നത് പോലെ അവിടെ ഗ്രാവിറ്റി ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്ട്രീമിൻ്റെ സപ്പോർട്ട് കിട്ടും, ഒഴുക്കിൻ്റെ സപ്പോർട്ട് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ഇനി അപ്പ് സ്ട്രീം, മുകളിലോട്ട് കഷ്ടപ്പെട്ട് സൈക്കിൾ ചവിട്ടുക. നിങ്ങളുടെ നോർമൽ സ്പീഡ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. നല്ല കാറ്റടിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. നിങ്ങൾ നോർമലി ചവിട്ടിയിട്ട് പോലും നിങ്ങൾ നീങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ നോർമൽ സ്പീഡിനെ ആര് ഒപ്പോസ് ചെയ്യുവാണ്? ഇവിടെ സ്ട്രീമിൻ്റെ സ്പീഡ് ഒപ്പോസ് ചെയ്യുവാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ബോട്ടിൻ്റെ നോർമൽ സ്പീഡ്, അതായത് B km/h പോലും പ്രതിരോധിക്കുന്നുണ്ട് ആര്? സ്ട്രീം, ഒഴുക്ക്. അതായത് നേരത്തെ നിങ്ങൾ ഒഴുക്കിൻ്റെ കൂടെയായിരുന്നു, അപ്പോൾ ഒഴുക്ക് നിങ്ങളെ കൊണ്ട് ഇങ്ങ് പോരും. ഇപ്പം നിങ്ങൾ ഒഴുക്കിന് എതിരെയാണ്. അപ്പം നിങ്ങൾ ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നദി നിങ്ങൾക്ക് വേണ്ടി തിരിച്ചൊഴുകി തരത്തില്ല. നദി എപ്പോഴും എയിൽ നിന്ന് ബിയിലോട്ടേ ഒഴുകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ബിയിൽ നിന്ന് എയിലേക്ക് പോവാം. സോ നിങ്ങൾ ഒഴുക്കിനെതിരെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങളുടെ സ്പീഡ് കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല. നേരത്തെ ഫേവറബിൾ ആയിരുന്ന, നേരത്തെ നിങ്ങളെ സഹായിച്ചിരുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന സ്ട്രീമിൻ്റെ സ്പീഡ് ഇപ്പം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്. അതായത് ഒഴുക്കിനെതിരെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ് അത്രയും km/h. എടാ ഈ രണ്ട് കാര്യം പഠിച്ചു വെച്ചാൽ നീയൊക്കെ രക്ഷപ്പെട്ടു. ഏതൊക്കെ? ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്. എന്തുകൊണ്ട് കൂട്ടുന്നു എന്തുകൊണ്ട് കുറയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ചിലർക്കൊരു കുഴപ്പമുണ്ട്. ഡൗൺ സ്ട്രീം, ഡൗൺ കുറവാണ്, നെഗറ്റീവ് വേർഡല്ലേ ഡൗൺ എന്ന് പറയുന്നത്, അതുകൊണ്ട് കുറച്ച് വെക്കും. അപ്പ് കൂട്ടി വെക്കും. നീയൊക്കെ അനുഭവിക്കും അങ്ങനെ ചെയ്താൽ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഡൗൺ എന്ന് പറഞ്ഞാൽ ആ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നെന്ന് ഓർക്കുക, നല്ല സ്പീഡായിരിക്കും. അപ്പം ഡൗൺ സ്ട്രീം എന്ന് കേട്ടാൽ ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ കൂട്ടണം. അപ്പ് സ്ട്രീം എന്ന് കേട്ടാൽ കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറുക, അപ്പോൾ ഒഴുക്കിനെതിരെയാണ് പോകുന്നത്, സ്പീഡ് കുറവായിരിക്കും. സോ കുറയ്ക്കുക. സോ അപ്പ് സ്ട്രീം എന്ന് കേട്ടാൽ B-S, ഡൗൺ സ്ട്രീം എന്ന് കേട്ടാൽ B+S. ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ആണോടാ? ക്ലിയർ? ഇത് ഇത്രയും ഞാൻ സമയമെടുത്ത് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ എനിക്ക് യുവും വിയും ഒക്കെ എടുത്തിട്ട് 1/2 × U+B 1/2 × U-V പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റാതെ അവിടെ തന്നെ കിടന്നോനെ. പക്ഷേ ഞാനത് ശീലിച്ചിട്ടില്ല. ജയകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല. എൻ്റെ പിള്ളേർക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ പ്രയോജനം ചെയ്യണം, അവൻ്റെ ജീവിതകാലം അങ്ങേ അറ്റം വരെയും. അത് മനസ്സിൽ കണ്ടുകൊണ്ടേ ഞാനൊരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ആ കാര്യം അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും, എന്നെ ചിലർ പറയുന്നുണ്ട് ഞാൻ ബേസിക്സ് ഭയങ്കരമായിട്ട് കൂടുതൽ ടൈം എടുത്ത് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കത്തുള്ളൂ, മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. മരണം വരെ ഞാൻ അങ്ങനെ പഠിപ്പിക്കത്തുള്ളൂ. എൻ്റെ രീതി അങ്ങനെയാണ്. സൗകര്യമുള്ളവൻ കണ്ടാൽ മതി എന്നേ. അതുകൊണ്ട് ആ ഒരു രീതിക്കേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അല്ലാതെ ഇത് ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ പറയും. കാരണം ഇത് നിങ്ങളുടെ തലയ്ക്കകത്തിലോട്ട് കയറി പതിഞ്ഞിരിക്കണം. എടാ എക്സ്പേർട്ടായിട്ടുള്ളവൻ പോ, ഇതെല്ലാം അറിയാം, ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള. നീ കാണണ്ട എൻ്റെ വീഡിയോ, പോ വേറെ എവിടെയെങ്കിലും പോ. നിനക്ക് വേറെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്ന ചാനലുകളുണ്ടായിരിക്കും, അവിടെ പോയി കാണും. ഇവിടെ ഇതൊക്കെ ഉള്ളൂ, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് ബൈ. യെസ്. എടാ അപ്പോൾ ഡൗൺ സ്ട്രീമുമായി അപ്പ് സ്ട്രീമുമായി ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഇവന്മാർക്കൊരു അസുഖമുണ്ട്. ആർക്ക്? ഈ ക്വസ്റ്റ്യൻ ഇടുന്നവന്മാർക്ക്. ഇവന്മാർ നമ്മളോട് ചോദിക്കുന്ന 2 ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്ലീഷേ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് എ ബോട്ട്, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതെന്താണ് ഈ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ? എടാ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒഴുക്ക് കാണത്തില്ല. അതായത് ഈ ബോട്ടിനെ എടുത്ത് വലിയൊരു അക്വേറിയത്തിൽ ഇട്ടാൽ, വലിയൊരു ടാങ്കിൽ ഇട്ടാൽ, അതായത് ഒഴുക്കില്ല, ഒഴുക്കും തിരമാലയും ഒന്നുമില്ല, അങ്ങനെയുള്ളിടത്ത് കൊണ്ടിട്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതായത് ബോട്ടിൻ്റെ സ്പീഡ് മാത്രം മതി, ബോട്ടിൻ്റെ സ്പീഡ് മാത്രം കണ്ടുപിടിക്കാനാ ചോദ്യം. ബോട്ടിൻ്റെ സ്പീഡ് മാത്രം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതായത് നമുക്ക് എന്തൊക്കെ തരുമാർ? ഡൗൺ സ്ട്രീം സ്പീഡ് തരും, അതേപോലെ അപ്പ് സ്ട്രീം സ്പീഡ് തരും. എടാ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിൻ്റെ സ്പീഡ്
മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ഇത് രണ്ടും തന്നിട്ടാണ് ഇവന്മാർ നമ്മളോട് ചോദിക്കുന്നത് എന്ത്, സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതായത് ബിയുടെ മാത്രം വാല്യൂ കണ്ടുപിടിക്കാമോ, ബി പ്ലസ് എസും ബി മൈനസ് എസും തന്നിട്ട് ബിയുടെ മാത്രം വാല്യൂ കണ്ടുപിടിക്കാമോ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഡൗൺ സ്ട്രീമിനെ അപ് സ്ട്രീമിനെയും കൂടെ അങ്ങ് കൂട്ടും. എടാ മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ, ബിയും ബിയുടെ കൂട്ടിയാൽ എന്തോ കിട്ടൂടാ, 2b. പ്ലസ് എസ് മൈനസ് എസ് ഇവിടെ കൂട്ടിയാൽ ഒന്നും കിട്ടത്തില്ല, 0. അപ്പോൾ ഡൗൺ സ്ട്രീം അപ് സ്ട്രീം കൂടെ കൂട്ടിയാൽ 2b ആണ്. എടാ നമുക്ക് 2b ആണോ വേണ്ടത്? അല്ല, വെറും ബി. 2bയെ ബി ആക്കാൻ എന്തോ ചെയ്യണം, ഇതാ ഈ രണ്ടിനെ അങ്ങ് വെട്ടിക്കളയണം എന്ന് പറഞ്ഞാൽ, എടാ ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും തന്നിട്ട് ബോട്ടിൻ്റെ സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. പഠിച്ചോ? എടാ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എടാ ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും തന്നിട്ട് ബോട്ടിൻ്റെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചാൽ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലീഷേ എന്താണെന്ന് ചോദിച്ചാൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം. ഒഴുക്കിൻ്റെ വേഗത എത്ര, അതായത് എസ് മാത്രം എത്ര. അവിടെ ഈ ക്ലാപ്പന്മാർ നമുക്ക് എന്തൊക്കെ തരും, ഡൗൺ സ്ട്രീം സ്പീഡ് തരും ബി പ്ലസ് എസ്, അപ് സ്ട്രീം സ്പീഡ് തരും ബി മൈനസ് എസ്. എന്നിട്ട് നമ്മളോട് പറയും എന്ത് കണ്ടുപിടിക്കണം, എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇത് തമ്മിൽ കുറയ്ക്കും, ബിയും ബിയുടെ കുറച്ചാൽ 0. എസ് മൈനസ് എസ് 2s എന്ന് കിട്ടും. അപ്പോൾ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും കൂടെ കുറച്ചാൽ 2s കിട്ടും. നമുക്ക് 2s ആണോടാ വേണ്ടേ? അല്ല, വെറും എസ് മതി. 2sനെ എസ് ആക്കാൻ 2 കൊണ്ട് ഹരിക്കുക. യെസ്. അപ്പോൾ മക്കളെ, സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും കുറച്ചിട്ട് പകുതി എടുത്താൽ മതി, അല്ലെങ്കിൽ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇതേ ഇങ്ങോട്ട് നോക്കിക്കോ, സിമ്പിളാണ്. ഇത് ഇത്രയും കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് ഷോർട്ട് കട്ട് പഠിക്കണം. ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞു തന്നാൽ മതിയായിരുന്നല്ലോടോ എന്ന് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ചോദിക്കും. എടാ ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും നിങ്ങൾക്കറിയാം. 2 ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ചോദ്യം, ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ കൂട്ടിയിട്ട് പകുതി കാണുക. സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ കുറച്ചിട്ട് പകുതി കാണുക. എടാ എന്തോ പറഞ്ഞേ, ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും നിങ്ങൾക്കറിയാം. ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ കൂട്ടിയിട്ട് പകുതി കാണുക. സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ കുറച്ചിട്ട് പകുതി കാണുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും തന്നാൽ കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിൻ്റെ സ്പീഡും കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിൻ്റെ സ്പീഡ്. വേണമെങ്കിൽ ഒരു പാട്ട് പോലൊക്കെ പറയാം, കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിൻ്റെ സ്പീഡും കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിൻ്റെ സ്പീഡ്. അത്രേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല. എടാ ഇത്രയേ ഉള്ളൂ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ. ബേസ് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഡൗൺ സ്ട്രീമും മറ്റേത് അപ് സ്ട്രീമുമാണ്. എൻ്റെ പൊന്നു പിള്ളേരെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഗോയിങ് അലോങ് വിത്ത് സ്ട്രീം, ഒഴുക്കിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ സ്പീഡ് എപ്പോഴും കൂടുതലായിരിക്കും, ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. എടാ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. അടുത്തത് അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ, ഒഴുക്കിനെതിരെ പോകുന്നു, എഗെയിൻസ്റ്റ് ദ സ്ട്രീം, ഗോയിങ് എഗെയിൻസ്റ്റ് ദ സ്ട്രീം. അപ്പോൾ എന്തായിരിക്കും ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ബോട്ടിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനെ ആര് ഒപ്പോസ് ചെയ്യും, ആരതിനെ പ്രതിരോധിക്കും, സ്ട്രീം അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡായിരിക്കും എന്തെന്ന് പറയുന്നത്, അപ് സ്ട്രീം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. എടാ ഇത്രയും നല്ല പച്ചവെള്ളം പോലെ കാണാതെ പഠിക്കാനല്ല പറയുന്നത്, നിങ്ങളുടെ തലയ്ക്കകത്ത് കയറ്റി വെച്ചോ. അങ്ങേയറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വേറെ ലെവലായിരിക്കും. ഓക്കെ. എടാ അടുത്ത ചോദ്യമല്ല, ആദ്യത്തെ ചോദ്യം. ആൻസർ അവിടെ കിടപ്പുണ്ട്, സാരമില്ല, നമുക്ക് നോക്കാം. നമുക്കത് കിട്ടുന്നോ നോക്കാമല്ലോ. ഈ PT നേരെ ഉണ്ടാക്കത്തുമില്ല, ബ്ലഡി ഫുൾ എന്നെ തന്നെ. നോക്കിക്കോ. അപ്പോൾ എ ബോട്ട് റണ്ണിങ് ഡൗൺ സ്ട്രീം കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 16 കിലോമീറ്റർ in 2 hours. എടാ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ ചോദ്യം മലയാളത്തിലില്ല. മലയാളത്തിൽ കൂടെ എഴുതി വരുമ്പോഴത്തേക്ക് അതിനകത്തിൽ എനിക്ക് പിന്നെ എഴുതാനൊന്നും സ്ഥലം കാണത്തില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഒരു ബോട്ട് ഡൗൺ സ്ട്രീമിൽ അല്ലെങ്കിൽ ഒഴുക്കിനോടൊപ്പം 16 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തോ വേണം? നമുക്ക് വേണ്ടത് സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡും വേണം, അപ് സ്ട്രീം സ്പീഡും വേണം. എടാ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസിനെ ഡൗൺ സ്ട്രീം ടൈം കൊണ്ട് ഹരിച്ചാൽ മതി. ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് എത്ര? 16 കിലോമീറ്റർ പോയി 2 മണിക്കൂർ എടുത്തു. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര? 8 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്ക് എന്ത് വേണം? അപ് സ്ട്രീം സ്പീഡ് വേണം. അതെന്താ? അപ് സ്ട്രീം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അപ് സ്ട്രീം ടൈം. അപ് സ്ട്രീം ഡിസ്റ്റൻസ് എത്ര? സെയിം ഡിസ്റ്റൻസ് തന്നെ പറഞ്ഞിരിക്കുന്നത് 16 ഡിവൈഡഡ് ബൈ
എത്രയാണ് സമയം? എത്രയാണ്? 4 മണിക്കൂർ. എത്ര കിട്ടൂടാ? 4 km/h. മക്കളെ ഡൗൺ സ്ട്രീം സ്പീഡും കിട്ടി, അപ് സ്ട്രീം സ്പീഡും കിട്ടി. എടാ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും അറിയാമെങ്കിൽ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. എന്തൊക്കെയാ? കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിൻ്റെ സ്പീഡും കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിൻ്റെ സ്പീഡ്. നമുക്കിവിടെ വേണ്ടത് ബോട്ടിൻ്റെ സ്പീഡാണ്. സോ ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. 8 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2, 12 ഡിവൈഡഡ് ബൈ 2, 6 km/h. ഇത്രേ ഉള്ളൂ. സോ ഡൗൺ സ്ട്രീം സ്പീഡ് അപ് സ്ട്രീം സ്പീഡ് അറിയാമെങ്കിൽ കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിൻ്റെ സ്പീഡ്, കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിൻ്റെ സ്പീഡ്. എടാ അടുത്ത ചോദ്യം. ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് 12 km/h. ഒരു ബോട്ടിൻ്റെ സ്പീഡ്, സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് 12 km/h ആണ്. ഇറ്റ് ടേക്സ് ട്വൈസ് ആസ് ലോങ് ടു ഗോ അപ് സ്ട്രീം ടു എ പോയിന്റ് ആസ് ടു റിട്ടേൺ ഡൗൺ സ്ട്രീം. ഇറ്റ് ടേക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ സമയത്തിൻ്റെ കാര്യമാണ്. ഇറ്റ് ടേക്സ് ട്വൈസ് ആസ് ലോങ് ടു ഗോ അപ് സ്ട്രീം ടു എ പോയിന്റ് ആസ് ടു റിട്ടേൺ ഡൗൺ സ്ട്രീം. അതായത് ഡൗൺ സ്ട്രീമിന് എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം അപ് സ്ട്രീമിന് എടുക്കുന്നു എന്നല്ലയോ? അതെ കുഞ്ഞെ, ഇങ്ങോട്ട് നോക്ക്. എടാ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും ടൈമിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ടേക്സ് ട്വൈസ് ആസ് ലോങ് ടു ഗോ അപ് സ്ട്രീം ടു എ പോയിന്റ് ആസ് ടു റിട്ടേൺ ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീമിന് എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം എടുക്കുന്നു. ഇറ്റ് ടേക്സ് ട്വൈസ് ആസ് ലോങ് ടു ഗോ അപ് സ്ട്രീം. അപ് സ്ട്രീമിന് പോകാൻ ഇരട്ടി സമയം എടുക്കുന്നു. ഏതിൻ്റെ? ഡൗൺ സ്ട്രീമിൻ്റെ. എടാ ഡൗൺ സ്ട്രീമിൻ്റെ ടൈമിനെ 1 ആയിട്ട് എടുത്താൽ അപ് സ്ട്രീമിൻ്റെ ടൈമിനെ 2 ആയിട്ട് എടുത്തൂടെ? എടുക്കാം. മക്കളെ ടൈമിൻ്റെ റേഷ്യോ 1:2 ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്തുവാ? ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ കിടന്ന് തൊണ്ട പൊട്ടി ഞാൻ പറഞ്ഞതാണ്. ടൈമിൻ്റെ റേഷ്യോൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ എത്ര ആയിരിക്കും ഇവിടെ? 2:1. ടൈം ആൻഡ് ഡിസ്റ്റൻസ് കാണാതെ ഇവിടെ വന്നിരിക്കല്ലേ? അപ്പോൾ 2:1. എടാ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ബോട്ടിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാ? ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോഴല്ലയോ കുഞ്ഞെ 12 കിട്ടുന്നത്? അതെ. എടാ ഡൗൺ സ്ട്രീം സ്പീഡ് നമുക്കറിയാമോ? ഇല്ല. അപ് സ്ട്രീം സ്പീഡ് നമുക്കറിയാമോ? അറിയത്തില്ല. പക്ഷേ റേഷ്യോ ഇവിടെ കിടപ്പില്ലയോ? എടാ ഡൗൺ സ്ട്രീം സ്പീഡിന് പകരം ഞാൻ 2 എടുത്തു, അപ് സ്ട്രീം സ്പീഡിന് പകരം ഞാൻ 1 എടുത്തു. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതല്ലയോ? അപ്പോൾ 12. 2 1 3ൻ്റെ പകുതി 3/2 എന്ന് പറയുന്നതല്ലേ മക്കളെ 12? എടാ 3/2 എന്ന് പറഞ്ഞാൽ 1.5 എന്ന് പറയുന്നതല്ലയോ കുഞ്ഞെ 12? അതെ. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? 1.5 12 ആണ്. കണ്ടുപിടിക്കേണ്ട എന്തുവാ? സ്പീഡ് ഓഫ് ദ കറണ്ട് അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ്. സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിൻ്റെ സ്പീഡ്. സ്ട്രീമിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ് സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. ഡൗൺ സ്ട്രീം സ്പീഡ് അറിയാമോ? ഇല്ല. 2 എടുക്കുന്നു. മൈനസ് അപ് സ്ട്രീം സ്പീഡ് അറിയാമോ? ഇല്ല. റേഷ്യോ എടുക്കും. 1 എടുക്കും. ഡിവൈഡഡ് ബൈ 2. 2 മൈനസ് 1 1 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 0.5. ഇതെത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ ഇങ്ങോട്ട് നോക്ക്. എടാ മക്കളെ 1.5 എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് നമുക്കറിയാം. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? സ്ട്രീമിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അരയാണ് കണ്ടുപിടിക്കേണ്ടത്. അര എന്ന് പറഞ്ഞാൽ എത്ര? എടാ 1.5 അരയാക്കാൻ എന്തോ ചെയ്യണം. 1.5 അരയാക്കാൻ എന്തോ ചെയ്യണം? 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 12നെയും എന്തോ ചെയ്താൽ മതി? 3 കൊണ്ട് ഹരിച്ചാൽ മതി. 12/3 എത്ര കിട്ടും? 4 km/h ആണ് എന്തിൻ്റെ സ്പീഡ്? സ്ട്രീമിൻ്റെ സ്പീഡ്. ശരിയാണോ? യെസ്. 4 km/h. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും അറിയാം. കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിൻ്റെ സ്പീഡ്, കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിൻ്റെ സ്പീഡ്. ഓക്കെ ആണേ? അതറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്ത്. ഇത് പല രീതിയിൽ ചെയ്യാം. റേഷ്യോ വെച്ചിട്ട് ചെയ്യാം, എക്സ് വെച്ചിട്ട് ചെയ്യാം, അങ്ങനെ പല മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളത് ഉപയോഗിച്ചോളൂ. ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം. സ്പീഡ് ഓഫ് എ മോട്ടോർ ബോട്ട്. എപ്പോഴും ബേസ് ക്ലിയർ ആക്കി വെച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ആലോചിച്ച്, ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് മൈൻഡിൽ ആലോചിച്ച് ചെയ്യാം. സ്പീഡ് ഓഫ് എ മോട്ടോർ ബോട്ട് ഈസ് ദാറ്റ് ഓഫ് ദ കറണ്ട് ഈസ് 36:5. അതായത് ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ 36:5 ആണ്. എടാ ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും അറിയാമെങ്കിൽ
അപ്സ്ട്രീം എന്തായിരിക്കും? ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്. റേഷ്യോ എടുത്ത് ഞാനങ്ങ് ചെയ്യുവാണേ. 36 മൈനസ് 5 എത്ര കിട്ടും? 31. എടാ അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം എന്തായിരിക്കും? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ഞാൻ എപ്പോഴൊക്കെ അപ്സ്ട്രീം എന്നും ഡൗൺ സ്ട്രീം എന്നും ഈ വീഡിയോയിൽ പറയുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് B+S B-S വരണം. ഡൗൺ സ്ട്രീം എന്ന് കേട്ടാൽ B+S, അപ്സ്ട്രീം എന്ന് കേട്ടാൽ B-S. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറയുന്നത് പോലെ ഡൗൺ സ്ട്രീം എന്ന് കേട്ടാൽ B+S, അപ്സ്ട്രീം എന്ന് കേട്ടാൽ B-S നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ B+S എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 36 + 5 41. ഓക്കെ, എടാ പുതിയൊരു റേഷ്യോ ഉണ്ടാക്കരുതോ? എന്തൊക്കെ തമ്മിലുള്ള? ഡൗൺ സ്ട്രീമും ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തമ്മിലൊരു റേഷ്യോ ഉണ്ടാക്കാമല്ലോ. ഡൗൺ സ്ട്രീം എത്ര? 41, അപ്സ്ട്രീം എത്ര? 31. എന്തോത്തിൻ്റെ റേഷ്യോ ആയത്? സ്പീഡിൻ്റെ റേഷ്യോ. യെസ്, എടാ സ്പീഡിൻ്റെ റേഷ്യോ 41:31 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്താ? ടൈമിൻ്റെ റേഷ്യോ എന്താ? നേരെ ഇൻവേഴ്സ് ആയിരിക്കും. എത്ര? 31:41. എന്തിനാ ടൈമിൻ്റെ റേഷ്യോ എടുത്തേ? നമുക്കിവിടെ തന്നിരിക്കുന്നത് സമയമാണ്. അതുകൊണ്ട് എന്തിൻ്റെ സമയമാണ് തന്നിരിക്കുന്നത്? ദ ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട്. ഒഴുക്കിനോടൊപ്പം. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഡൗൺ സ്ട്രീം അപ്സ്ട്രീം എന്നുള്ള വാക്കുകളൊന്നും ചിലപ്പോൾ നേരിട്ട് ചോദ്യത്തിലോട്ട് തരത്തില്ല. അവരിങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. ദ ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട്. ഒഴുക്കിനോടൊപ്പം പോകുന്നു. ഈ കറണ്ട് എന്ന് പറഞ്ഞാലും സ്ട്രീം എന്ന് പറഞ്ഞാലും ഒന്നാണ് കേട്ടോ. അപ്പോൾ എലോങ് വിത്ത് ദ കറണ്ട് ഓർ എലോങ് വിത്ത് ദ സ്ട്രീം. അപ്പോൾ ഒഴുക്കിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ അതെന്താണ്? ഡൗൺ സ്ട്രീം ടൈമാണ്. എടാ ഡൗൺ സ്ട്രീം ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ എത്ര? 31. ആ 31 എന്ന് പറയുന്നതാണ് അപ്പോൾ എത്ര? 5 മണിക്കൂർ 10 മിനിറ്റ്. എൻ്റെ മക്കളെ 5 മണിക്കൂർ 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. 5 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? എല്ലാത്തിനെയും അങ്ങ് മിനിറ്റ് ആക്കുക. മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 300 മിനിറ്റ്. അതിൻ്റെ കൂടെ ഈ 10 മിനിറ്റ് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുകൂടാ? 310 മിനിറ്റ്. അപ്പോൾ 5 മണിക്കൂർ 10 മിനിറ്റ് എന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 310 മിനിറ്റ്. വളരെ എളുപ്പമായില്ലേ? 31 എന്ന് പറയുന്നത് 310 മിനിറ്റ് ആണ്. എടാ 31 310 മിനിറ്റ് ആണ്. ചോദ്യം എന്തുവാ? ഇറ്റ് വിൽ കം ബാക്ക് ഇൻ. എപ്പോൾ തിരിച്ചു വരും? അങ്ങോട്ട് അതായത് തിരിച്ച് റിട്ടേൺ ജേർണിയുടെ ടൈം. അങ്ങോട്ട് പോയത് ഡൗൺ സ്ട്രീം ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് അപ് സ്ട്രീം ആയിരിക്കും. അപ്പോൾ ഡൗൺ സ്ട്രീമിന് എടുക്കുന്ന സമയം എത്ര? 31. അപ്പോൾ അപ്സ്ട്രീമിന് എടുക്കുന്ന എത്ര? 41. 31 310 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. 41 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 410 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്ര? 410 മിനിറ്റ്. എടാ ഈ 410 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞ് പക്ഷേ ആൻസർ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 410 മിനിറ്റ് ആയിരിക്കത്തില്ല അവിടെ കിടക്കുന്നത്. മണിക്കൂറും മിനിറ്റും ആക്കും. അപ്പോൾ എങ്ങനെ ഈ മിനിറ്റിനെ മണിക്കൂറാക്കണം? മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ നിങ്ങൾ 410 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 6 പ്രാവശ്യമാകുമ്പോൾ 36. പിന്നെ എത്ര ഉണ്ട്? 5/6 അവർ എന്ന് കിട്ടും. ഇതും ആയിരിക്കത്തില്ല അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പോകണ്ട. 6 and 5/6 അവർ ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. എടാ ഈ 410 അടുത്തുള്ള 60ൻ്റെ മൾട്ടിപ്പിൾ എത്ര? കാരണം 60 കൊണ്ടല്ലേ ഹരിക്കാൻ പോകുന്നത്. 42. അതായത് 420. 60നെ 7 കൊണ്ട് ഗുണിച്ചാൽ 420 കിട്ടും. എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ ആയിരുന്നെങ്കിൽ 420 മിനിറ്റ് വന്നേനെ. ഇവിടെ 7 മണിക്കൂർ ഉണ്ടോ? 410 ഉള്ളൂ. 420 ഇല്ല. 420ന് 10 കുറവാണ്. അതായത് 7 മണിക്കൂറിന് 10 മിനിറ്റ് കുറവാണ്. 7 മണിക്കൂറിന് 10 മിനിറ്റ് കുറവാന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ 50 മിനിറ്റ്. അങ്ങനെയൊക്കെ അങ്ങോട്ട് ചിന്തിക്കുക മനസ്സിൽ. അല്ലാതെ എല്ലാം ഇങ്ങനെ മിനിറ്റ് കൊണ്ട് ഹരിച്ച് 60 കൊണ്ട് ഹരിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കാതെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. സോ ആൻസർ എത്ര കിട്ടും? 6 മണിക്കൂർ 50 മിനിറ്റ്. ഓക്കെ ആണോ? യെസ്. സോ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ? യെസ്, 6 മണിക്കൂർ 50 മിനിറ്റ്. അടുത്ത ചോദ്യം നോക്കാം. എ മോട്ടോർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 36 km/h. ഇറ്റ് ഗോസ് 56 km അപ്സ്ട്രീം ഇൻ 1 hour 45 minutes. അതായത് എ മോട്ടോർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ട്രാവൽസ് അറ്റ് 36 km/h. എടാ ബോട്ടിൻ്റെ സ്പീഡ് 36 km/h. ഇറ്റ് ഗോസ് 56 km അപ്സ്ട്രീം ഇൻ 1 hour 45 minutes. അപ്പോൾ അപ്സ്ട്രീം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 56 കിലോമീറ്റർ ആണ്. ചോദ്യത്തിലുള്ള എല്ലാം ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഒന്ന് എടുത്ത് വെക്കുവാണ്. അപ്പോൾ അപ്സ്ട്രീം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 56 കിലോമീറ്റർ. അതിനെടുക്കുന്ന ടൈം എത്ര?
അപ്സ്ട്രീമിന് എടുക്കുന്ന ടൈമാണ് ഇത്. അപ്സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് എത്ര? 1 മണിക്കൂർ 45 മിനിറ്റ്. ഈ 1 മണിക്കൂർ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാമോ? എങ്ങനെ? 1 and 3/4 അവർ, 1.25 മണിക്കൂർ എന്ന് എഴുതാമല്ലോ. എഴുതാം. അതിനെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി 4 × 1 4 3 7/4 മണിക്കൂർ എന്ന് എഴുതാവോ? എഴുതാം. എടാ, അപ്സ്ട്രീം ഡിസ്റ്റൻസും ഉണ്ട്, അപ്സ്ട്രീം ടൈമും ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടത്തില്ലേ? കിട്ടും. സ്പീഡ് എങ്ങനെയാണ് കിട്ടുക? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്സ്ട്രീം ഡിസ്റ്റൻസ് എത്ര മക്കളെ? 56 ഡിവൈഡഡ് ബൈ അപ്സ്ട്രീം ടൈം എത്ര? 7/4. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 56 ഇൻറ്റു ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ 7/4 എന്ന് പറയുമ്പോൾ 4/7 കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുക. 7 56 എത്ര പ്രാവശ്യം? 8 8 × 4 32 കിലോമീറ്റർ. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് 36 എന്ന് ഓൾറെഡി ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? അപ്സ്ട്രീം സ്പീഡ് എത്ര കിട്ടിയടാ? 32 km/h. അവിടെ നിന്ന് നമുക്ക് വേറൊരു കാര്യം കിട്ടും. ഈ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡാണ് 32. ബോട്ടിൻ്റെ സ്പീഡ് എത്ര? 36 മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡാണ് 32. എടാ, 36 നിന്ന് എത്ര കുറച്ചാൽ 32 കിട്ടും? 36 നിന്ന് S കുറച്ചാൽ 32 കിട്ടും. 36 നിന്ന് എത്ര കുറച്ചാലാ 32 കിട്ടുക? 4. സോ S ഈസ് ഈക്വൽ ടു 4. അപ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടി. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കിട്ടി, സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടി, അപ്സ്ട്രീം സ്പീഡ് കിട്ടി. എന്താ ചോദ്യം? ദ ടൈം ടേക്കൺ ബൈ ഇറ്റ് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമിലേക്ക് പോകണം. എടാ, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര ആയിരിക്കും? ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ബോട്ടിൻ്റെ സ്പീഡ് എത്ര മക്കളെ? 36. സ്ട്രീമിൻ്റെ സ്പീഡ് എത്രടാ? 4. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര? 40 km/h. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടി 40 km/h. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡൗൺ സ്ട്രീമിൻ്റെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് എത്ര? സെയിം ഡിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. അപ്പോൾ എത്ര? നമ്മുടെ ഈ 56 കിലോമീറ്റർ തന്നെ. 56 ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര കിട്ടി നമുക്ക്? ഇതാ ഇവിടെ കിടപ്പുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു 40. 56/40 മണിക്കൂർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 56നെ 40നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 8 × 7 8 × 5. സോ 7/5 അവർ. 7/5 അവർ എന്ന് പറയുമ്പോൾ 7നെ 5 കൊണ്ട് ഹരിച്ച് നോക്കുക. 5ൽ 7 എത്ര പ്രാവശ്യം വരുവടാ? 1 പ്രാവശ്യം. ബാക്കി എത്ര ഉണ്ട്? 7ലോട്ട് 5 1 പ്രാവശ്യമല്ലേ വരത്തുള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 2 ഡിവൈഡഡ് ബൈ നമ്മൾ ഹരിച്ച 5 കൊണ്ട്. സോ 1 and 2/5 അവർ എന്ന ആൻസർ കിട്ടും. പക്ഷേ അത് പോരാ, മണിക്കൂറും മിനിറ്റും ആക്കണം. അപ്പോൾ ഈ 2/5നെ 60 കൊണ്ട് ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. സോ 1 hour 2/5 × 60. 2/5 × 60. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര കിട്ടും? 24. സോ 1 മണിക്കൂർ 24 മിനിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 1 hour 24 minutes. ശരിയാണോ? യെസ്. 1 മണിക്കൂർ 24 മിനിറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഏകദേശം ഈ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിരുന്നാൽ, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് ക്ലിയർ ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് ബോട്ട്സ് ആൻഡ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഏത് ചോദ്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. സോ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഡൗൺ സ്ട്രീം, എന്താണ് അപ് സ്ട്രീം, അതുപോലെ ഈ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും ഉപയോഗിച്ച് ബോട്ടിൻ്റെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്ട്രീമിൻ്റെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ ഇതിനകത്ത് ധാരാളം ഷോർട്ട് കട്ട് മെത്തേഡുകളും ഇക്വേഷൻസും കുന്തവും കുറച്ചൊക്കെ ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് മാറ്റി നിർത്തുക, അതിനോടൊക്കെ പോകാൻ പറയുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റിനും നിങ്ങളുടെ ലോജിക്കിനും നിങ്ങളുടെ കോമൺ സെൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ നിന്ന് കിട്ടാവുന്ന ഏതൊക്കെ സോഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ കിട്ടുമോ അതെല്ലാം എടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷനിലും കുറച്ച് ചോദ്യങ്ങൾ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. പ്രാക്ടീസ് ഒരിക്കലും നിങ്ങളെ പെർഫെക്റ്റ് ആക്കില്ല. പ്രാക്ടീസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നമ്മളൊക്കെ അവസാനിപ്പിക്കാം. നമുക്കിനിയും വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.